ടിബറ്റൻ ആത്മീയ നേതാവ് ദലൈലാമയുടെ പിൻഗാമിയെക്കുറിച്ചാണ് ഇപ്പോൾ വലിയ ചർച്ച. അനിശ്ചിതത്വങ്ങൾക്ക് വിരാമം കുറിച്ച് മരണശേഷം തനിക്ക് പിൻഗാമി ഉണ്ടാകുമെന്ന് ദലൈലാമ തന്നെ പ്രഖ്യാപിച്ചു. എന്നാൽ പുതിയ ലാമയെ പ്രഖ്യാപിക്കാൻ തങ്ങളുടെ അനുമതി വേണമെന്നാണ് ചൈനയുടെ വാദം. ചൈനയ്ക്കാണോ അതിനുള്ള യഥാർത്ഥ അധികാരമുള്ളത്? ആയിരത്തി 1959 ലാസയിലെ ചൈനീസ് ഭരണത്തിനെതിരായ പ്രക്ഷോഭം ലക്ഷ്യം കാണാതിരുന്നതോടെയാണ് ഇപ്പോഴത്തെ ദലൈലാമ 15-ാം വയസ്സിൽ ഇന്ത്യയിലേക്ക് പലായനം ചെയ്തത്. ആയിരക്കണക്കിന് ടിബറ്റുകാരോടൊപ്പം ഇന്ത്യയിലേക്ക് വന്നു. ചൈന അദ്ദേഹത്തെ വിഘടനവാദിയും വിമതനുമാണെന്ന് മുദ്രകുത്തി. 1,40,000 ടിബറ്റൻ വംശജരുടെ നിയന്ത്രണം ഇന്ത്യയുടെ അനുവാദത്തോടെ ഇപ്പോൾ ധരംശാലയിൽ പ്രവർത്തിക്കുന്ന ഭരണകൂടത്തിനാണ്. ടിബറ്റൻ ബുദ്ധമതത്തിന്റെ നേതൃത്വത്തെക്കുറിച്ചും ഭാവിയെക്കുറിച്ചും അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നതിനിടെയാണ് തനിക്കു ശേഷം പിൻഗാമി ഉണ്ടാകുമെന്നുള്ള ദലൈലാമയുടെ പ്രഖ്യാപനമുണ്ടായത്. ദലൈലാമയുടെ 90-ാം പിറന്നാൾ ആഘോഷത്തോടനുബന്ധിച്ച് ധരംശാലയിൽ നടക്കുന്ന പ്രത്യേക സമ്മേളനത്തിലായിരുന്നു ലാമയുടെ പ്രഖ്യാപനം. പിന്നാലെ ചൈനയിൽ താമസിക്കുന്ന ഒരാൾക്ക് ലാമയാകാൻ കഴിയൂ എന്ന നിലപാട് വ്യക്തമാക്കി ചൈനീസ് ഭരണകൂടം രംഗത്തെത്തി. പുതിയ ലാമയെ പ്രഖ്യാപിക്കാൻ തങ്ങളുടെ അനുമതി വേണമെന്നുമാണ് ഭരണകൂടത്തിന്റെ വാദം. പതിറ്റാണ്ടുകളായി ടിബറ്റൻ സന്യാസി സമൂഹത്തെയും ദലൈലാമയെയും വരുതിയിലാക്കാൻ ചൈന ശ്രമം തുടങ്ങിയിട്ട്. ചൈനീസ് നിയമങ്ങൾക്ക് വിധേയമായിട്ടായിരിക്കും ഇപ്പോഴത്തെ ദലൈലാമയുടെ പിൻഗാമി നിയമിക്കപ്പെടുക എന്ന് ഭരണകൂടം പറഞ്ഞത് വ്യക്തമായ സന്ദേശമായിരുന്നു. പക്ഷേ പിൻഗാമി ചൈനയ്ക്ക് പുറത്ത് സ്വതന്ത്ര രാജ്യത്ത് ജനിച്ചെന്ന് പറഞ്ഞ ദലൈലാമ അതിന്റെ എല്ലാം മുനയൊടിച്ചു. ചൈനയുടെ പ്രസ്താവന തള്ളിയ ദലൈലാമ പിൻഗാമിയെ കണ്ടെത്താനുള്ള ചുമതല താൻ രൂപം കൊടുത്ത ഗാർഡൻ ഫോദ്രാങ് ട്രസ്റ്റിനാണെന്ന് വ്യക്തമാക്കി. ട്രസ്റ്റ് ഭാരവാഹികൾ ടിബറ്റൻ ബുദ്ധ സംഘടനകളുമായും ആത്മീയ ആചാര്യന്മാരുമായും ചർച്ച നടത്തിയാണ് പുതിയ ദലൈലാമയെ കണ്ടെത്തുകയും വാഴിക്കുകയും ചെയ്യുക. മറ്റാർക്കും അതിന് അധികാരമില്ലെന്നും ദലൈലാമ പറഞ്ഞു. ഇത് ചൈനയ്ക്കുള്ള കൃത്യമായ മറുപടിയാണ്. ഒപ്പം പിൻഗാമി തന്റെ മരണശേഷം മാത്രമെന്ന സൂചനയും. പുതിയ ലാമയെ തിരഞ്ഞെടുക്കാൻ ചൈന നേരത്തെ തന്നെ നീക്കം തുടങ്ങിയിരുന്നു. ടിബറ്റിൽ ചൈന നിയോഗിച്ച പഞ്ചൻ ലാമയും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഇക്കാര്യം ചർച്ച ചെയ്തിരുന്നു. ജൂൺ ആദ്യവാരം ബീജിംഗിലായിരുന്നു ഇരുവരും തമ്മിലുള്ള കൂടിക്കാഴ്ച. ഭരണകക്ഷിയായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുമെന്ന് അത്യപൂർവ കൂടിക്കാഴ്ചയിൽ ചൈന തിരഞ്ഞെടുത്ത പഞ്ചൻ ലാമ പ്രതിജ്ഞ എടുത്തതായുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു. അതിനിടെ മതപരമായ വിശ്വാസങ്ങൾ, ആചാരങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാർ നിലപാടെടുക്കുകയോ അഭിപ്രായം പ്രകടിപ്പിക്കുകയോ ചെയ്യില്ലെന്ന് ഇന്ത്യ നയം വ്യക്തമാക്കി. നേരത്തെ പിൻഗാമിയെ തീരുമാനിക്കുന്നതിൽ ചൈന അഭിപ്രായം പറയേണ്ടതില്ലെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു അഭിപ്രായപ്പെട്ടിരുന്നു. അതിനു മറുപടിയുമായി ചൈനയും രംഗത്തെത്തിയതോടെയാണ് വിദേശകാര്യ മന്ത്രാലയം ഇക്കാര്യത്തിൽ നിലപാടറിയിച്ചത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്ന ചർച്ചകളും അതിനൊരു കാരണമാണ്. ചൈനീസ് അധിനിവേശവും ഇന്ത്യയിലേക്കുള്ള പലായനവും പ്രവാസ ജീവിതവും വിവാദങ്ങളുമെല്ലാം ഇഴചേർന്ന് സംഭവ ബഹുലമായിരുന്നു ദലൈലാമയുടെ ജീവിതം. ടിബറ്റ് സ്വതന്ത്ര രാജ്യമാകണമെന്ന് ബുദ്ധ സന്യാസി സമൂഹം ആഗ്രഹിക്കുന്നു. അത് അംഗീകരിക്കാൻ ചൈന തയ്യാറുമല്ല. പതിറ്റാണ്ടുകൾ നീണ്ട പോരാട്ടം തുടരുകയാണ്. ഇനി കാത്തിരിപ്പാണ്. ആരാകും പുതിയ ലാമ? സുപ്രധാന പ്രഖ്യാപനം ആരാകും നടത്തുക?